വീടിന് പുറത്ത് തെക്ക് വശത്തെ ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ പേരിനും പ്രസിദ്ധിക്കും എല്ലാം മങ്ങലേക്കും. ചൈനീസ് വാസ്തുകലയായ ഫെങ്ഷി പ്രകാരം പേരിന്റെയും പ്രസിദ്ധിയുടെയും ദിക്കായി കണക്കാക്കുന്നത് തെക്കാണ്. ഒരു കാരണവശാലും തെക്ക് സൈഡിൽ കുഴിയോ വെള്ളമോ പാടില്ല. പലരും നല്ല പേരിലും പ്രസിദ്ധിയിലും നിന്നിട്ട് പെട്ടെന്ന് ഒരു അപവാദം അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ വരുന്നു? അതിന് വാസ്തുപ്രകാരം അല്ലെങ്കിൽ ഫെങ്ഷി പ്രകാരം എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? അതിന് കാരണമായ ദിക്ക് ഏതാണ്? എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? എന്താണ് പരിഹാരം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പേരും പ്രസിദ്ധിയും ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ എല്ലാവരും നമ്മളെപ്പറ്റി നല്ലത് പറയണം, നമുക്ക് സമൂഹത്തിൽ പേരും പ്രസിദ്ധിയൊക്കെ ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് കാരണമാകുന്ന ഒരു ദിക്കെന്ന് പറയുന്നത് ഏതൊരു വീടിൻ്റെയും തെക്ക് വശമാണ്, അതായത് സൗത്ത് ഡയറക്ഷൻ. അപ്പോൾ തെക്ക് വശം നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള അപകടങ്ങൾ പെട്ടെന്നുണ്ടാവും. അപ്പോൾ മറ്റൊരു ചോദ്യം ചോദിക്കും, സാറേ 5 വർഷമായിട്ട് ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ്, അപ്പോഴൊന്നും എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു, ഇപ്പൊ പെട്ടെന്നാണ് ഇങ്ങനെ സംഭവിച്ചത്, അതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിക്കാം. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു സമയം നല്ല സമയമാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു ദോഷം നിങ്ങളെ ബാധിച്ചെന്നിരിക്കില്ല. നിങ്ങളുടെ സമയവും മോശമായി വീടിന്റെ വാസ്തുവും മോശമാകുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഇത് കയറി ബാധിക്കും. അങ്ങനെയും സംഭവിക്കാം. 2, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളിങ്ങനെ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്കൊരു ആഗ്രഹം, അല്ലെങ്കിൽ കുട്ടികൾ പറയുന്നു നമുക്കൊരു അക്വേറിയം വെക്കാമെന്ന് പറയുന്നു. അപ്പം നിങ്ങൾ എന്ത് ചെയ്തു? ഓക്കെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ഹാളിൽ തെക്ക് വശത്ത് സ്ഥലമുണ്ട്. അങ്ങനെയാണെങ്കിൽ കയറി വരുമ്പോൾ കാണുകയും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സൗത്തിൽ ഒരു അക്വേറിയം സെറ്റ് ചെയ്യാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. എന്നിട്ട് വീടിന്റെ തെക്ക് വശത്ത് നിങ്ങൾ കൊണ്ടുപോയി സ്വീകരണ മുറിയുടെ തെക്ക് വശത്ത് ഒരു അക്വേറിയം വെച്ചു. ഇത് നിങ്ങളുടെ പേരും പ്രസിദ്ധിയും എല്ലാം കളയും. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനീസ് വാസ്തുകലയായ ഫെങ്ഷി പ്രകാരം പേരിന്റെയും പ്രസിദ്ധിയുടെയും ദിക്കായി കണക്കാക്കുന്നത് തെക്കാണ്. ഇപ്പൊ ഇവിടെ ഒരു എലമെന്റ് ഉണ്ട്, അതായത് പഞ്ചഭൂതങ്ങളുടെ ഒരു ബാലൻസിങ് ആണ് ഫെങ്ഷിയിലുള്ളത്. അപ്പൊ ഈ പഞ്ചഭൂതങ്ങളുടെ ബാലൻസിങ് എന്ന് പറയുമ്പം പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് അഗ്നിയാണ്. അപ്പൊ തെക്ക് ദിക്കിലുള്ള എലമെന്റ് എന്ന് പറയുന്നത് ഫയർ എലമെന്റ് ആണ്, അഗ്നിയാണ്. അപ്പോൾ അവിടെ അഗ്നി ഉണ്ടെന്നുള്ളതാണ് ഫെങ്ഷിയുടെ തിയറി. അപ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്ന എലമെന്റ് വാട്ടർ എലമെന്റ് ആണ്, അതായത് നേരെ വിരുദ്ധമായിട്ടുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള എലമെന്റ്. അപ്പോൾ അഗ്നിയിലേക്ക് വെള്ളം കടന്നു വരുമ്പോൾ സ്വാഭാവികമായി എന്ത് സംഭവിക്കും? അഗ്നി കെട്ടുപോകും. അഗ്നി കെട്ടുപോകുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? പേരും പ്രസിദ്ധി എല്ലാം പോകും. അപ്പോൾ ഇത് നഷ്ടപ്പെടുമ്പോൾ പകരം എന്ത് കയറി വരും? പ്രസിദ്ധിക്ക് പകരം കുപ്രസിദ്ധി കയറി വരും. പെട്ടെന്ന് തന്നെ നമ്മൾ പല കാര്യങ്ങളിലും ചെന്ന് പെടുകയും ഇത്തരത്തിലുള്ള ദോഷങ്ങൾ സംഭവിക്കാനും ഇത് കാരണമാകും. ഇനി അക്വേറിയം നമ്മൾ വെച്ചില്ല, പക്ഷെ നമുക്ക് വീട്ടില് തെക്ക് വശത്ത് ഒരു സെപ്റ്റിക് ടാങ്കിന്റെയോ ഒരു വേസ്റ്റ് വാട്ടറിന്റെയോ ഒരു കുഴി എടുത്തു, ഇത് തന്നെ സംഭവിക്കും. ഇനി നമുക്ക് കോർപ്പറേഷനിലെ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് തെക്ക് വശത്ത് കൊണ്ട് ഒരു വാട്ടർ ടാങ്ക് ചെയ്തു, ഇത് തന്നെ സംഭവിക്കും. തെക്ക് വശത്ത് നമ്മൾ മീനെ വളർത്താൻ വേണ്ടിയിട്ട് ഒരു കുളം ചെയ്തു, ഇത് തന്നെ സംഭവിക്കും. ഒരു കാരണവശാലും തെക്ക് സൈഡിൽ കുഴിയോ വെള്ളമോ പാടില്ല. വന്നാൽ ഇത് സംഭവിക്കും. ഇനി ഇത് സംഭവിക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വീടിന്റെ തെക്ക് വശത്തുള്ള ടോയ്ലറ്റ്. വീടിന് പുറത്ത് തെക്ക് വശത്തെ ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ അത് വീടിന് പുറത്തായാലും ശരി തന്നെ വീടിനകത്തായാലും ശരി തന്നെ പേരിനും പ്രസിദ്ധിക്കും എല്ലാം മങ്ങലേക്കും. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഇത് നിർത്താം. നിങ്ങൾ വീട് വെക്കുമ്പോൾ നിങ്ങളുടെ വീടിന്റെ സ്ക്വയറോ റെക്ടാങ്കിൾ ഷേപ്പിലോ എടുക്കുമ്പോൾ തെക്ക് വശം നിങ്ങൾ കാലിയാക്കിയിട്ടിരിക്കുകയാണ്. അതായത് തെക്ക് വശത്ത് റൂമൊന്നും എടുത്തിട്ടില്ല. തെക്ക് കിഴക്കും റൂമുണ്ട്, തെക്ക് പടിഞ്ഞാറും റൂമുണ്ട്. തെക്ക് വശം ഫ്രീ ആക്കിയിട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ തെക്ക് കിഴക്ക് നിങ്ങൾക്കൊരു സ്വീകരണ മുറി, തെക്ക് വശത്ത് കാർ പോർച്ച്, തെക്ക് പടിഞ്ഞാറ് ബെഡ്റൂം, ഈ രീതിയിലാണ് ചെയ്തതെങ്കിലും കെട്ടി അടച്ചെടുക്കുന്നതിന് മാത്രമേ എനർജി കണ്ടെയ്നർ ആയിട്ട് ഫെങ്ഷുയിൽ കണക്കാക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ തെക്ക് എന്താണ്? മിസ്സിംഗ് ആണ്. തെക്ക് മിസ്സിംഗ് ആയാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വരാം. അപ്പോൾ ഒരു കാരണവശാലും തെക്ക് ദിക്കിനെ നിങ്ങൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഇതിൻ്റെ പരിഹാരം എന്ത് എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പം ഇതിൻ്റെ പരിഹാരങ്ങൾ എന്ന് പറയുന്നത് ഓരോ വീടിനും വളരെ മെഷർമെൻ്റ് ഒക്കെ എടുത്ത് വളരെ കൃത്യമായി അതിൻ്റെ ഫ്ലൈങ് സ്റ്റാർ ഉൾപ്പെടെ എടുത്തിട്ടാണ് അതിൻ്റെ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും ചില പരിഹാരങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ വീടിൻ്റെ തെക്ക് വശം മിസ്സിംഗ് ആകുകയാണെങ്കിൽ തെക്ക് വശത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ വെക്കുന്നത് ഇതിനൊരു പരിഹാരമാണ്. ഇനി തെക്ക് വശത്ത് നിങ്ങൾക്ക് ടോയ്ലറ്റ് വന്നിട്ടുണ്ടെങ്കിൽ തെക്ക് വശത്തെ ടോയ്ലറ്റിനകത്ത് നമുക്ക് പാറക്കല്ല്, അതായത് കരിങ്കല്ല്, അപ്പം നമുക്കിപ്പോൾ ടൈല് കടകളിലൊക്കെ ഇത് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് വലിയ ഒരു കല്ലെടുത്ത് ആ പാറക്കല്ലെടുത്തിട്ട് അല്ലെങ്കിൽ കരിങ്കല്ലെടുത്തിട്ട് ഈ ബാത്റൂമിൻ്റെ ഉള്ളിൽ കൊണ്ട് വെക്കുന്നത് ഇതിനൊരു പരിഹാരമാകും.
അപ്പോൾ അത് ഒരു പേരിനും പ്രസിദ്ധിക്കും പരിഹാരം ഒരു പാറക്കല്ല് വെച്ചാൽ മതിയോ തീരുമോ എന്നാണ് നിങ്ങളുടെ ചോദ്യം എന്നുണ്ടെങ്കിൽ, ഇത് ഞാൻ വെറുതെ പാറക്കല്ലെന്ന് പറഞ്ഞതല്ല, അല്ലെങ്കിൽ കരിങ്കല്ലെന്ന് പറഞ്ഞതല്ല. ഇതൊരു എലമെന്റ് ബേസ്ഡ് ആണ്. അതായത് തെക്ക് വശത്തുള്ള എനർജി എന്ന് പറയുന്നത് ഫയർ എനർജിയാണ്. അപ്പോൾ ഫയർ എനർജി ഉള്ള സ്ഥലത്ത് നമുക്ക് ടോയ്ലറ്റ് വന്നു, പിന്നെ അതിനകത്തുള്ള ഫയർ എനർജി നമ്മളെ ഗുണപ്പെടുത്തത്തില്ല, അത് ദോഷപ്പെടുത്തത്തേ ഉള്ളൂ. അപ്പോൾ ആ ഫയർ എനർജിക്ക് വിപരീതമായിട്ടുള്ള ഒരു എനർജി അവിടെ കൊടുക്കണം, വീക്കനിങ് സൈക്കിൾ അവിടെ കൊടുക്കണം. അപ്പം നമുക്കറിയാം, ഇപ്പൊ തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മണ്ണ് വാരിയിടുമ്പോൾ ആ തീ കെടും. അതേ തിയറി തന്നെയാണ് ഈ എർത്ത് എനർജി ആയ പാറക്കല്ല് അവിടെ കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു തിയറി. ഇനി നമുക്ക് കുറച്ചും കൂടെ പേരും പ്രസിദ്ധിയൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് വീടിന്റെ തെക്ക് വശത്ത് ഫീനിക്സ് ബേർഡിന്റെ, ഹാളിന്റെ തെക്ക് വശത്ത് ഫീനിക്സ് ബേർഡിന്റെ ചിത്രങ്ങൾ വെക്കാം, വിക്ടറി ഹോഴ്സ് വെക്കാം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വെക്കാം. പലരും 7 കുതിരകളാണ് വെക്കുന്നത്. ഫെങ്ഷുയി പ്രകാരം വെക്കേണ്ടത് ഒന്നുകിൽ ഒറ്റ കുതിര അല്ലെങ്കിൽ 9 കുതിരകളാണ്. കാരണം 7 എന്ന് പറയുന്നത് 1984, 2004 കാലഘട്ടത്തിലുള്ള ഒരു നമ്പറായിരുന്നു. ഫെങ്ഷുയിൽ അത് 7, അതിന്റെ പ്രോസ്പെരിറ്റി കഴിഞ്ഞു. 8 എന്ന് പറയുന്ന കാലഘട്ടവും കഴിഞ്ഞു. ഇപ്പം നമ്മൾ 2024 തൊട്ട് 9 എന്ന് പറയുന്ന കാലഘട്ടത്തിലാണ് ഉള്ളത്. അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഫെങ്ഷുയുടെ ചില ടൂളുകൾ നമുക്ക് നോക്കാം. ഇത് ചിൽഡ്രൻസ് ബുദ്ധ എന്ന് പറയുന്ന ഒരു ബുദ്ധയാണ്. അപ്പൊ കുട്ടികളില്ലാത്ത കപ്പിൾസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ലാഫിൻ ബുദ്ധകൾ വാങ്ങിച്ച് നിങ്ങളുടെ ബെഡ്റൂമിന്റെ വെസ്റ്റ് ഡയറക്ഷൻസിൽ വെക്കുന്നത് വാസ്തുദോഷം മൂലം കുട്ടികളില്ലാത്തവർക്ക് ഇതൊരു നല്ല റെമഡിയായി കണക്കാക്കുന്നുണ്ട്. ഇനി ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം കന്നിമൂല എന്ന് പറയുന്നത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഡയറക്ഷൻസാണ്. ആ കന്നിമൂലയിൽ ഇത്തരത്തിലുള്ള 2 ക്രിസ്റ്റൽ ബോളുകൾ ഹാങ് ചെയ്യുന്നത് എർത്ത് എനർജി കൂട്ടാനും കന്നിമൂലയുടെ ദോഷം മാറ്റാനും നല്ലൊരു ടൂളായി ചൈനീസ് വാസ്തുകലയായ ഫെങ്ഷുയിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.